അമാവാസി ദിവസം 1000 പൂർണ്ണചന്ദ്രൻ ആകാശത്ത് ഉയർന്നാൽ എന്തായിരിക്കും ആ ശോഭയും തണവും? അതുപോലെയുള്ള ഒരു ഉദയമാണ് മനസ്സിലുണ്ടാകുന്നത്. എത്ര രസമായിട്ട് ഓരോന്ന് സംസാരിക്കുന്നു. സഹദേവന്റെ അഭിപ്രായം വിരാടൻ വേണമെന്നാണ്. നകുലന്റെ അഭിപ്രായം ദ്രൗപദൻ വേണമെന്നാണ്. അർജുനൻ പറയുന്നു ദൃഷ്ടദ്യുമ്നനാണ് നല്ലത്. എല്ലാവരും നല്ലവർ തന്നെയാണ്, പക്ഷെ അവരുടെ അഭിപ്രായം. ഭീമൻ പറയുന്നു ശിഖണ്ഡിയെ വേണമെന്ന്. അപ്പൊ എത്ര അഭിപ്രായം? അപ്പോൾ ഇവിടെ വിരാടൻ വേണം, ദ്രുപദൻ വേണം, ദൃഷ്ടദ്യുമ്നൻ വേണം, ശിഖണ്ഡിയെ വേണം എന്നൊക്കെയാണ് അഭിപ്രായം. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് അവസാനത്തെ തീരുമാനം യുധിഷ്ഠിരന്റെ ആണല്ലോ. അപ്പുറത്ത് ഭീഷ്മൻ, ദ്രോണൻ, വിതുരൻ, അച്ഛൻ, അമ്മ എല്ലാവരും പറഞ്ഞിട്ട് തീരുമാനിച്ചത് ദുര്യോധന ഓരോ കാര്യത്തിലും. ഇവിടെ അതേമാതിരി തീരുമാനിക്കാനുള്ള അവസാനത്തെ തുരുപ്പിച്ചിട്ടുണ്ടല്ലോ, അത് യുധിഷ്ഠിരന്റെ കയ്യിലാണ്. ആ യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? ഇങ്ങനെ എല്ലാവരെയും പറ്റി നല്ല അഭിപ്രായം പറയുന്നുണ്ട്. സാരവദ്ബലമസ്മാകം ദുഷ്പ്രദർശം ദുരാസദം ധാർത്തരാഷ്ട്രബലം സംഖ്യേ ഹനിഷ്യതി ന സംശയ. യുധിഷ്ഠിരൻ എന്താ പറഞ്ഞത്? ഇതൊക്കെ കേട്ടതിന് ശേഷം കൃഷ്ണൻ പറയട്ടെ എന്നായി. അങ്ങനെ തന്നെയാണല്ലോ പറയേണ്ടത്. കൃഷ്ണൻ പറയട്ടെ എന്ന്. അദ്ദേഹത്തിനെ അല്ലേ നമ്മൾ ദൂതിന് പറഞ്ഞയച്ചത്? നമ്മളെക്കാൾ കാര്യങ്ങൾ അറിയുന്നത് കൃഷ്ണനാണ്. ഇരുപക്ഷത്തിലും ഒരുപോലെ പ്രവേശമുണ്ട്. അവിടെ നടന്നതും പറഞ്ഞതും എല്ലാം അറിയാം. ദുര്യോധനന്റെ പെരുമാറ്റവും അറിയാം. അവിടെ അനവധി രാജാക്കന്മാർ വന്നിരുന്നു. അവരുടെ മുഖഭാവം, അവരുടെ മനസ്സിൻ്റെ നില, ഇതൊക്കെ ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ് ആര്? കൃഷ്ണൻ. ഒരു നിലയ്ക്ക് നിഷ്പക്ഷതയും ഉണ്ടായി എന്ന് വരാം. നമുക്കാണെങ്കിൽ സഹോദരന്മാര് എന്നുള്ള ആ ഒരു അടിമത്തമുണ്ട്, നമുക്ക് ഒരു ബലഹീനതയും. കൃഷ്ണൻ അത് വേണ്ട. അപ്പൊ കൃഷ്ണൻ തീരുമാനിക്കട്ടെ. എല്ലാവരും സമർത്ഥരാണ്, സമർത്ഥരല്ല എന്ന് പറയുന്നില്ല. എന്നാലും എല്ലാവരും കൂടി അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ലല്ലോ. ഇപ്പൊ 7 അക്ഷൗഹിണി സേനയുണ്ട്, 7 സേനാധിപന്മാരും ഉണ്ട്. ആ സേനാധിപന്മാര് ആരൊക്കെ എവിടെയൊക്കെ നിൽക്കണം, ഓരോ ദിവസവും പുതിയതായിട്ടൊരു വ്യൂഹം ചമയ്ക്കേണ്ടി വരും. ആ വ്യൂഹം എങ്ങനെയാണ് വേണ്ടത് എന്ന് ആലോചിക്കണം. ആലോചന പാളയത്തിലാവാം. ആലോചന കഴിഞ്ഞ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ സൈന്യത്തലവൻ പറയുന്നത് കേട്ട് ബാക്കി എല്ലാവരും ചൊൽപ്പടിക്ക് നിൽക്കണം. അങ്ങനെ ആയാലേ യുദ്ധം ശരിയാവൂ. അപ്പോൾ ഒരു സേനാപതിയെ തെരഞ്ഞെടുക്കണം. അതിന് എൻ്റെ അഭിപ്രായത്തിൽ കൃഷ്ണൻ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആര്? യുധിഷ്ഠിരൻ. ഉടനെ കൃഷ്ണൻ പറയാണ്, സാരവദ്ബലമസ്മാകം ദുഷ്പ്രദർശം ദുരാസദം ധാർത്തരാഷ്ട്രബലം സംഖ്യേ ഹനിഷ്യതി ന സംശയ ദൃഷ്ടദ്യുമ്നമഹം മന്യേ സേനാപതിരനിന്ദമ. കൃഷ്ണൻ ഒരു സംശയവുമില്ല. ഈ ഒരു ശ്ലോകം മാത്രമല്ല, കൃഷ്ണൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, ആര് തീരുമാനമെടുക്കണോ ആ തീരുമാനമെടുക്കുന്ന ആളുടെ മനസ്സിൽ നല്ല വിശ്വാസദാർഢ്യം വേണം. ഇവിടെ 7 അക്ഷൗഹിണിയേ ഉള്ളൂ, അവിടെയോ 11. പോയി, കാര്യം പോയി. അവിടെ 11 21 ആയിക്കോട്ടെ. എന്നാൽ എന്താ, നമ്മുടെ കയ്യിലൊരു ശക്തിയുണ്ട്. അതാണ് മഹാഭാരതത്തിൽ വിവരിക്കുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമകാഹ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ആ ധർമ്മക്ഷേത്രത്തിൽ എത്താൻ പോവാണ് അവർ. ആ ധർമ്മക്ഷേത്രത്തിൽ എത്തുന്നതിന് മുൻപ് അവരുടെ ഉള്ളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നത് എന്ന് മനസ്സിലാക്കണം. പെട്ടെന്നുള്ളൊരു തീരുമാനമാണോ? അല്ല. സുചിന്തിതമായ തീരുമാനമാണോ? അതെ. ആണെങ്കിൽ അതെങ്ങനെയാ? അപ്പം എന്തൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാളോട് മിണ്ടാണ്ടിരിക്കാൻ ഒരു സദസ്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കാർക്കെല്ലാം എന്തെല്ലാം പറയാനുണ്ടോ അത് മുഴുവനും പറയാനുള്ള അവസരം അവർക്ക് കൊടുക്കണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു ആശ്വാസവും ഇതിൽ പങ്കെടുത്തു എന്നൊരു തോന്നലാണ്. ഇത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാൽ എന്താണ് അഭിപ്രായം നിങ്ങൾക്ക്? ഒരു പക്ഷേ ഒരഭിപ്രായം ഉണ്ടാവില്ല, അവർ മിണ്ടില്ല. ഒരുത്തനൊരഭിപ്രായം ഉണ്ടാവും. അത് പറയുന്നതിന് അവസരം കൊടുത്തില്ല എന്ന് വെച്ചാൽ നിഷേധിച്ചു എന്നൊരു ചോദ്യം, ഒരു തോന്നൽ വരികയാണ്. അതുകൊണ്ട് എന്ത് നല്ല മാതിരിയാണ് അവർ തീരുമാനിക്കണേന്ന് ആലോചിക്കൂ. എല്ലാവരും കേമന്മാരാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, സാരവദ്ബലമസ്മാകം ദുഷ്പ്രദർശം ദുരാസദം. ആ പറയുന്ന കൃഷ്ണന്റെ വാക്കിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ, ആലോചനയിൽ, ഇച്ഛാശക്തിയിൽ സ്വല്പമെങ്കിലും ഒരു ചൂളൻ ഉണ്ടാവരുത്. കരുത്തോടുകൂടി സംസാരിക്കണം, ആത്മവിശ്വാസത്തോടു കൂടി പറയണം, നല്ല വാക്ക് തെളിച്ചമുണ്ടാവണം പറയുന്നതിൽ. അപ്പൊ പറയാണ്, സാരവദ്ബലമസ്മാകം. അവിടെ 11 21 ആയിക്കോട്ടെ. നമ്മുടെ ബലം സാരവത്, നല്ല ശക്തിയുണ്ട്.
നല്ല സാരമുണ്ട്, കരുത്തുണ്ട്, കഴിമ്പുണ്ട്. ദുഷ്പ്രദർശം, നമ്മുടെ സേനയെ എളുപ്പത്തിലൊന്നും ആർക്കും തകർത്ത് തരിപ്പണമാക്കാൻ പറ്റില്ല. നല്ല പോലെ കഷ്ടപ്പെടണം. അപ്പുറത്ത് ഭീഷ്മനും ദ്രോണരും ഒക്കെ ഉണ്ടായിക്കോട്ടെ. നമ്മുടെ സൈന്യത്തിന് നേരിടുന്ന കാര്യം എളുപ്പമാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആ ഒരു സന്ദിഗ്ധാവസരത്തിൽ പോലും ഒരു മനുഷ്യൻ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയണം. ആ സംസാരത്തിലാണ് പല കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുക. ആ പറയുന്ന വാക്കിൽ അഗ്നി ജ്വലിക്കണം. യുദ്ധമാണ് രംഗം. ദുഷ്പ്രദർശം, ദുരാസതം, നമ്മുടെ മനസ്സിനെ ക്ഷതമേൽപ്പിക്കാനോ നമ്മുടെ ശരീരത്തിനോ ചട്ടക്കൂടിനോ ഒക്കെ തകരാറ് വരുത്താനോ ഒന്നും എളുപ്പമല്ല, സാധ്യമല്ല. 7 അക്ഷൗഹിണി മതി നമുക്ക്. നമ്മുടെ 7 അക്ഷൗഹിണിക്ക് വേണ്ടത്ര ഇരയായില്ല അവരുടെ 11 എന്നാ പറയണേ കൃഷ്ണൻ. ഈ 7 അക്ഷൗഹിണി ധാരാളം മതി. ധാർത്തരാഷ്ട്രബലം സംഖ്യേ ഹനിഷ്യതി ന സംശയ. ആ ദുര്യോധനന്റെ ബലമുണ്ടല്ലോ 11, ആ ബലം മുഴുവനും സംഖ്യേ യുദ്ധത്തിൽ ഹനിഷ്യതി ന സംശയ. ഈ സേന കംപ്ലീറ്റായി മുഴുവനായി നാമാവശേഷമാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ? ദൃഷ്ടദ്യുമ്നമഹം മന്യേ സേനാപതിരരിന്ദമാ. ദൃഷ്ടദ്യുമ്നനെ സേനാപതിയാക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു കൃഷ്ണൻ. സാരവത് ബലമസ്മാകം ദുഷ്പ്രദർശം ദുരാസതം ധാർത്തരാഷ്ട്രബലം സംഖ്യേ ഹനിഷ്യതി ന സംശയ. ദൃഷ്ടദ്യുമ്നമഹം മന്യേ സേനാപതി അരിന്ദമാ. സേനാപതിയെ നിശ്ചയിച്ചു. ഇനി പിന്നെ എന്താ ചെയ്യാനുള്ളത്? അങ്ങോട്ട് നീങ്ങുക. എവിടേക്ക്? കുരുക്ഷേത്രത്തിലേക്ക്. ഇനി അവിടെ ഒന്നും ബാക്കിയില്ലല്ലോ. അത് മാത്രമല്ല, കൃഷ്ണൻ അവരോട് പറഞ്ഞു, ഇന്നേക്ക് 7-ാം നാൾ അമാവാസി യുദ്ധം ചെയ്യാം, തുടങ്ങാം എന്നുള്ള സൂചന നൽകി കഴിഞ്ഞു. അപ്പം അവിടെ ഒന്നും ഇനി ബാക്കി നിൽക്കുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി കുരുക്ഷേത്രത്തിലേക്ക് പോയി. കുരുക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത് ധർമ്മയുദ്ധം തന്നെ എന്ന് ഓരോ ഭാഗത്തും തെളിയിപ്പിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞാൻ പല കാര്യങ്ങളും വിവരിക്കുന്നത്. അവിടെ ആദ്യം ചെന്ന് പറ്റിയത് കൗരവസേനയാണ്. പാണ്ഡവസേനയാണ് രണ്ടാമത് ചെന്നത്. ഇപ്പുറത്ത് എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞ ശേഷമാണല്ലോ സേനാപതി ആരാകണം എന്ന് കൃഷ്ണനോട് നിശ്ചയിക്കാൻ പറഞ്ഞ് ദൃഷ്ടദ്യുമ്നനാണ് എന്ന് തീരുമാനിച്ചത്. അപ്പുറത്ത് നടന്ന വർത്തമാനം നമ്മൾ അറിയണ്ടേ? എന്താ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ആ ഒരു ശ്ലോകത്തിൽ നിന്നാണ് നമ്മൾ ഈ ധർമ്മവൃത്താന്തം മുഴുവനും പറയുന്നത്. ഇത് നിങ്ങളെല്ലാവരും അറിയണം. ഒരാൾക്ക് കൊല്ലത്തിൽ 2 ദിവസം ഞാൻ ധർമ്മിഷ്ഠനാണ്, ബാക്കിയുള്ള ദിവസമൊക്കെ വിപരീത എന്ന് പറയാൻ പറ്റില്ല. ധർമ്മിഷ്ഠരാണെങ്കിൽ ആ ധർമ്മിഷ്ഠത എല്ലാ പ്രവൃത്തികളിലും കാണും, വാക്കിൽ കാണും, ചിന്തകളിൽ കാണും, സർവ്വസമീപനങ്ങളിലും. അപ്പം ഇവിടെ നടന്ന ചരിത്രം എന്താ? 11 അക്ഷൗഹിണി സേനയാണ് ദുര്യോധന പക്ഷത്തിൽ വന്നു കൂടിയിരിക്കുന്നത്. ആ ഓരോ അക്ഷൗഹിണിക്കുമുണ്ട് അതാതിൻ്റെ സേനാധിപന്മാർ. അവരെല്ലാവരും അങ്ങനെ കൂടി 11 അക്ഷൗഹിണിയുടെ സേനാപതികളായി. ഇനി അവസാനം സർവ്വസൈന്യാധിപൻ ഒരാളെ നിശ്ചയിക്കണമല്ലോ. ആ നിശ്ചയിച്ചത് എങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? ദുര്യോധനൻ ഭീഷ്മന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറയുകയാണ്, ഭവാനുശനസാതുല്യോ ഹിതൈഷീച സദാ മമ അസംഹാര്യ സ്ഥിതോ ധർമ്മേ സനസ്സേനാപതിർഭവ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ഈ സംസ്കൃത ശ്ലോകങ്ങൾ പറയുന്നത്, ഈ ശ്ലോകങ്ങൾ പറയാതെ ഈ കഥ പറയാൻ ഈ സ്വാമിജിയെ കൊണ്ടാവില്ല. അതുമാത്രമല്ല, ഈ ശ്ലോകങ്ങൾ പറയുമ്പോഴാണ് എന്താ ഞാൻ പറയുക, എനിക്ക് വളരെയധികം ഉത്സാഹം, ഉണർവ്. ഞാൻ ഭാരതം ലോകത്തിനോട് മുഴുവൻ സംസാരിക്കുകയാണ് എന്നൊരു തോന്നൽ. നമ്മുടെ ഭാഷയാണിത്. അന്ന് കാലത്ത് ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഭാഷയാണ്. ദുര്യോധനന്റെ സമ്പ്രദായം തന്നെ മുതിർന്നവരോട് മൂപ്പിളമ നോക്കാതെ സംസാരിക്കലാണ്. എല്ലാ സ്ഥലത്തും അത് തന്നെയാണ് ആ കക്ഷി ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? ഭവാൻ ഉശനസാതുല്യ. ദുര്യോധനൻ പറയണതാണ്, ശുക്രാചാര്യന് തുല്യനാണ് അങ്ങ് എന്ന്. എന്താ ഈ വാക്കിനർത്ഥം? ശുക്രൻ ആരുടെ ആചാര്യനാ? അസുരന്മാരുടെ. അപ്പോൾ ഒരു അസുരാചാര്യന്മാർക്ക് തുല്യനായി ഭീഷ്മരെ ചിത്രീകരിക്കുന്നത് ശരിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ശുക്രാചാര്യന് തുല്യനാണ് അങ്ങ്. ഈ അസുരന്മാർ
ഏത് യുദ്ധത്തിലും, ദേവന്മാരായിട്ടുള്ള യുദ്ധത്തിലും അവർ ജയിച്ചിട്ടുണ്ടോ? അസുരന്മാർ എന്ന് പറഞ്ഞാൽ ദുർനടപടിക്കാർ എന്നർത്ഥം. അവർക്ക് ഒരിക്കലും ജയം ലോകത്തിൽ ഉണ്ടാവരുതല്ലോ. അതല്ലേ മഹാഭാരതത്തിൻ്റെ സന്ദേശം. ഇപ്പോൾ ദുര്യോധനൻ ദുഷ്ടനാണ്. ആ ദുഷ്ടനായ ദുര്യോധനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഈ യുദ്ധത്തിൽ ജയിക്കാൻ പാടില്ല എന്നതാണ് നിയതിയുടെ ഉദ്ദേശം. അതാണ് ധർമ്മത്തിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി എന്തൊക്കെ ഈ അദൃശ്യമായിരിക്കുന്ന ധർമ്മശക്തി പിണയ്ക്കുമോ അനുകൂലിക്കുമോ അതൊക്കെ അവിടെ നടക്കുക. അപ്പം ഇവിടെ എന്താ പറയുന്നത്? ഭവാൻ ഉശനസാതുല്യോ ഹിതൈഷീച സദാമമ. എനിക്കെപ്പോഴും ഹിതം ചെയ്യുന്നവനാണ്. ദുര്യോധനൻ നന്നാവണം എന്ന് വിചാരിക്കുന്ന ആളാണ് അങ്ങ്. വാസ്തവത്തിൽ അങ്ങനെയാണോ? ദുര്യോധനും വംശവും നന്നാവണം എന്ന് പറഞ്ഞിട്ടാണ് ഭീഷ്മനും ദ്രോണനും ധൃതരാഷ്ട്രനും എല്ലാവരും വിദുരനും പറഞ്ഞത്. അതൊന്നും കേൾക്കാൻ തയ്യാറില്ല. നീ നശിപ്പിക്കും, ചെയ്യരുത് എന്നാണ് അവർ ഇത്ര വരെ ഉപദേശിച്ചത്. എന്നിട്ടും ഈ ദുര്യോധനൻ ദുഷ്ടബുദ്ധി ചെന്ന് പറയണത് നോക്കൂ. അപ്പോൾ അസുരാചാര്യന് തുല്യമാണ് അങ്ങ് നീതിന്യായ കാര്യങ്ങളിലെല്ലാം. പ്രത്യേകിച്ചും എനിക്ക് ഹിതൈഷിയാണ്. അസംഹാര്യ സ്ഥിതോ ധർമ്മേ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? അങ്ങ് ധർമ്മസ്ഥിതനാണ്. ധർമ്മം വിട്ട് ഒരു കാര്യവും ചെയ്യില്ല. ആ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ അസംഹാര്യനാണ്. ഒരാൾക്കും അങ്ങയെ സംഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ സർവ്വസൈന്യാധിപനായിരിക്കണം എന്ന്. അപ്പം സർവ്വസൈന്യാധിപനായി ഇരുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താ? വളരെ വ്യക്തം. എന്നെ അജയ്യനാക്കണം. എനിക്ക് ജയിക്കാൻ ഈ യുദ്ധത്തിൽ പറ്റില്ല. ഞാൻ തോൽക്കുകയുള്ളൂ, ചാവുകയുള്ളൂ. അങ്ങനെ തോൽവി വരാതെ ഇരിക്കാൻ എൻ്റെ കയ്യിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അങ്ങയെ പിടിച്ച് സർവ്വസൈന്യാധിപനാക്കി വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങ് അതിന് കൂട്ടാക്കണം. സന സേനാപതിർഭവ. അങ്ങനെ അജയ്യനായിരിക്കുന്ന, സ്വന്തം ധർമ്മത്താൽ തന്നെ അജയ്യനായിരിക്കുന്ന അങ്ങ് എൻ്റെ സർവ്വസൈന്യാധിപനായി തീരണം. ഒരു ഓർഡറാണ്. അത് തീർന്നാൽ കൊള്ളാം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമൊന്നുമില്ല. ഇളയ ഒരു മനുഷ്യനും മുതിർന്ന ഒരാളോട് ഇങ്ങനെ പോയി സംസാരിക്കില്ല. ഇങ്ങനെ സംസാരിക്കാത്ത ഒരു രീതിയാണത്. ഭവാൻ ഉശനസാതുല്യോ ഹിതൈഷീച സദാ മമ അസംഹാര്യ സ്ഥിതോ ധർമ്മേ സനഃ സേനാപതിർഭവ. അങ്ങനെയുള്ള ആൾ വേണം ഞങ്ങളുടെ സൈന്യാധിപനായിരിക്കാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ സർവ്വസൈന്യാധിപനായി അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞ മാതിരിയാണ് വർത്തമാനം. ഒരു കാര്യം ഞാൻ പറയാം. സേനാധിപനായി സർവ്വസൈന്യാധിപനായിരിക്കാം. ഭീഷ്മൻ എന്തിനാ അതിന് യോജിച്ചത് അല്ലെങ്കിൽ ചേർന്നത് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് വല്ല മറുപടി ഉണ്ടോ? ഒരു മറുപടി ഉണ്ട്. എന്താ അത്? നടക്കാൻ പോകുന്നത് രണ്ട് സഹോദരന്മാരുടെ പങ്കുകൾ തമ്മിലുള്ള യുദ്ധമാണ്. ഇവരുടെ ജീവിതത്തിൽ ആദ്യന്തം പങ്കാളിയായിരുന്ന ആളാണ് ആര്? ഭീഷ്മൻ. ആ പങ്കാളിയായിരിക്കുന്ന ഭീഷ്മന്റെ സാന്നിധ്യത്തിൽ വേണം ആ യുദ്ധം നടക്കാൻ. ഒരു ഭാഗത്ത് മഹാഭാരത യുദ്ധാവസരത്തിൽ കൃഷ്ണനോട് ബലരാമൻ പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാർ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കാണാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് തീർത്ഥയാത്രയ്ക്ക് പോവുക ചെയ്തത്. അതാണ് ബലരാമന് തോന്നിയത്. ഒരു സ്ഥിതപ്രജ്ഞൻ എന്ത് ചെയ്യും? തൻ്റെ നിലയിൽ ഉറച്ചു നിൽക്കും. ഇപ്പോഴത്തെ സ്ഥിതി ശരിയല്ല എന്ന് പറഞ്ഞ്, നില ശരിയല്ല എന്ന് പറഞ്ഞ് പക്ഷം മാറുക ഒരു സ്ഥിതപ്രജ്ഞനും ചെയ്യില്ല. ഞാൻ എവിടെ നിൽക്കുന്നുവോ അത് നല്ലതാണെങ്കിൽ നന്മ വരട്ടെ, അല്ല എൻ്റെ കൂടെയുള്ളവർ തിന്മയാണെങ്കിൽ ഞാൻ അതാത് സമയത്ത് അവരെ ഉപദേശിക്കും. ഉപദേശം കേട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് അവർക്കാണ്. സ്ഥിതപ്രജ്ഞനായ തനിക്കോ എനിക്ക് വരാനുമില്ല പോവാനുമില്ല, എനിക്ക് നന്മയുമില്ല തിന്മയുമില്ല, പാപവുമില്ല അധപ്പതനവുമില്ല, മുകളിലേക്ക് പോകലുമില്ല. ഇതാണ് നിർദ്വന്ദ്വമായിരിക്കുന്ന അവസ്ഥ. ആ നിർദ്വന്ദ്വമായിരിക്കുന്ന അവസ്ഥയിൽ ഉറച്ചു നിൽക്കുന്ന ഭീഷ്മൻ ഒരിക്കലും ആ ഹസ്തിനപുരത്തിൻ്റെ അധികാരികളെ വിട്ടുപോയാൽ ഒരു നിലയ്ക്ക് വിഭീഷണൻ വരെ ഓടിപ്പോയ മാതിരിയോ. ഭീഷ്മൻ ആപ്തകാമനാണ്, ജീവൻ മുക്തനാണ്, പ്രാജ്ഞനാണ്. അദ്ദേഹത്തിന് എവിടെ ഇരുന്നാലും അദ്ദേഹത്തിൻ്റെ നില പുലരും. യുദ്ധം കഴിഞ്ഞിട്ട് എന്തുണ്ടായി? ശരശയ്യയിൽ കിടന്നു അവിടെ ഉത്തരായനം പ്രതീക്ഷിച്ചുകൊണ്ട്. ആ ഉത്തരായനം പ്രതീക്ഷിച്ച് കിടക്കുമ്പോഴാണ് യുധിഷ്ഠിരൻ ചെന്ന് ഉപദേശം കൊടുത്തത്. അതാണല്ലോ വിഷ്ണു സഹസ്രനാമം. അതിനെപ്പറ്റി പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ യുദ്ധം കഴിഞ്ഞു, നശിക്കേണ്ടവർ നശിച്ചു, താൻ നശിക്കണില്ല. തൻ്റെ പോക്ക് താൻ നിശ്ചയിക്കണം. അതിന് ഉത്തരായണം തന്നെ വരണം എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ ഇതിലേറെ അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിന് സൂചനയോ തെളിവോ അംഗീകാരമോ ഇനി എന്താ ഉള്ളത്? അപ്പം ആ ഭീഷ്മൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ആ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നെപ്പോലെ ഞാനോ ദ്രോണനോ ബാക്കി ആരെങ്കിലും
സഹായിച്ചാൽ പോലും അധർമ്മം ജയിക്കില്ല. എന്താ കാരണം? ദുര്യോധനൻ അധർമ്മിയാണ്. എന്നെപ്പോലെ 10 ഭീഷ്മന്മാരവിടെ വന്ന് നിന്നാലും ആ ദുര്യോധനൻ ജയിക്കാൻ പോണില്ല. ഇത് ലോകം മുഴുവനും മനസ്സിലാക്കണം. വല്ലവരെയും കൂട്ടുപിടിച്ച് ആ കൂട്ടിൻ്റെ പേരിൽ മഹാഭാവികൾ ഞങ്ങൾ ജയിക്കാം എന്ന് ഒരു കാലത്തും വിചാരിച്ചു പോകരുത്. ഞാൻ ദുഷ്ടനാ, പക്ഷെ എൻ്റെ അച്ഛൻ വലിയ ശിഷ്ടനാ. അച്ഛനുള്ളിടത്തോളം കാലം എൻ്റെ ദുഷ്ടതയ്ക്ക് വലിയ ഒരു കൊടയായി, ഒരു വടിയായി എന്ന് ഒരാളും വിചാരിക്കരുത്. അച്ഛനോടുകൂടി നമുക്ക് പോണ്ടി വരും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഭീഷ്മൻ വേണ്ടാന്ന് പറഞ്ഞില്ല, സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് വ്യക്തമാക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അഭിചൈവമയാശ്രേയോ വാച്യം തേഷാം നരാധിപ സംയോദ്ധവ്യം തവാർത്ഥായ യഥാമേ സമയകൃതഃ. അഭിചൈവമയാശ്രേയോ വാച്യം തേഷാം നരാധിപ സംയോദ്ധവ്യം തവാർത്ഥായ യഥാമേ സമയകൃതഃ. ഇത് എഴുതി കൊടുത്ത് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒന്നും വേണ്ട. അവിടെ അവരവർ പറയുന്നത് തന്നെയാണ്. ഓ, നിനക്ക് ഞാൻ സർവ്വസൈന്യാധിപനായി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇരിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിന്റെ സർവ്വസൈന്യാധിപനാകുന്നതൊന്ന്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതൊന്ന്. പക്ഷേ യുദ്ധത്തിൻ്റെ ഗതി വേറെ ഒന്നാണ്. ഈ യുദ്ധം നടക്കാൻ പോകുന്നത് നിനക്കോ എനിക്കോ വേണ്ടിയിട്ടല്ല. ഇവിടെ വന്നുകൂടിയിട്ടുള്ളത് 18 അക്ഷൗഹിണി സേനയാണ്. ജംബൂദ്വീപത്തിലുള്ള ജനങ്ങൾ മുഴുവൻ ഇവിടെ പ്രതിനിധാനം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത്, ഒരു സംഭവത്തിൽ അതിൻ്റെ ഗതി നിന്നെയോ എന്നെയോ ആശ്രയിച്ചല്ല ഇരിക്കേണ്ടത്. ആ ഗതി, ആ ധർമ്മഗതി അതിൻ്റെ പാട്ടിൽ നോക്കിക്കോളും. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ? അഭിചൈവമയാശ്രേയോ വാച്യം തേഷാം നരാധിപ. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയുന്നത്? കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ചെവി കൊണ്ട് കേൾക്കുന്നുണ്ടോ എന്നല്ല അർത്ഥം. ഗ്രഹിക്കുന്നുണ്ടോ അതിനനുസരിച്ച് മനോവൃത്തികളും മനസ്സിൻ്റെ വികാരങ്ങളും നമ്മുടെ മനസ്സിൽ ഉദ്ഭൂതമാവുന്നുണ്ടോ എന്നാണ് ചോദ്യം. എന്താ അവിടെ പറയാൻ പോകുന്നത്? അഭിചൈവമയാശ്രേയോ വാച്യം തേഷാം നരാധിപ. അപ്പുറത്ത് പാണ്ഡവന്മാരുണ്ട്. എന്നെ പിടിച്ച് സർവ്വസൈന്യാധിപനായി വയ്ക്കണത് എന്തിനാ? എതിർപക്ഷത്തിലുള്ള സേനയോട് പടപൊരുതാനാണ്. എതിർപക്ഷത്തിൽ നിൽക്കുന്നത് ആരാ? പാണ്ഡവന്മാരാണ്. നിങ്ങളോ ധൃതരാഷ്ട്രപുത്രന്മാരാണ്. നിങ്ങൾ എങ്ങനെയോ അതുപോലെ തന്നെയാണ് പാണ്ഡുപുത്രന്മാരും എനിക്ക്. അവരെ നേരിടാനാണല്ലോ എന്നോട് പറയുന്നത്. ആ നേരിടുന്ന പോരാട്ടത്തിൽ അഭിചൈവമയാശ്രേയോ വാച്യം തേഷാം. അവരെപ്പോൾ വന്ന് എന്നോട് ചോദിച്ചാലും അവർക്ക് ശ്രേയസ് എന്തോ, നന്മ എന്തോ, അഭിവൃദ്ധി എന്തോ, അവർക്ക് ജന്മസാഫല്യം എങ്ങനെയായാ വരുമോ അത് ഞാൻ പറഞ്ഞു കൊടുക്കും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു മനുഷ്യൻ്റെ മനസ്സ് ഇത്രയധികം ഉത്തുംഗമായ ഒരു നിലയിൽ എത്താൻ സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. കണ്ണിലുണ്ണിയായ പുത്രനാണ്. അച്ഛനോട് വന്ന് പറയുകയാണ്, അച്ഛാ, എൻ്റെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അങ്ങ് ഈ കടലാസിൽ ഒപ്പിട്ടാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒപ്പിട്ട് കൊടുക്കുമോ? കൊടുക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് പറയാനുണ്ടാവും, നീ എൻ്റെ മകനാണ്, പരമദുഷ്ടനാണ്, ആ ദുഷ്ടതയ്ക്ക് കൂട്ടുപിടിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞാൽ ഞാൻ ശാരീരികമായി നിന്റെ കൂടെ നിന്നാലും മനസ്സുകൊണ്ട് നിന്റെ ദുഷ്ടതയ്ക്ക് ഒരിക്കലും ഈ അച്ഛൻ പങ്കാളിയല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ധർമ്മിഷ്ഠർ. അല്ലെങ്കിൽ മക്കളേക്കാൾ കശയാവും. കേട്ടോളൂ, മനസ്സിലാക്കിക്കോളൂ. അദ്ദേഹം പറയാണ്, പാണ്ഡവന്മാർ എന്നോട് എപ്പോൾ എന്തു വന്ന് ചോദിച്ചാലും അവർക്ക് നന്മയരുളുന്ന കാര്യം ഞാൻ ചെയ്യും. പിന്നീട് എന്താ ഉണ്ടായത്? വന്ന് ചോദിക്കുകയാണ്, അങ്ങേ തട്ടിയിടാൻ എന്താ വഴിയെന്ന്. അപ്പോഴും പറഞ്ഞു കൊടുക്കണ്ടല്ലോ അദ്ദേഹം. സംയോദ്ധവ്യം തവാർത്ഥായ. നിന്റെ ആവശ്യം എന്താ? എൻ്റെ സേനാപതിയായി തീരണം. ഒരു ശാസനയാ ആയിക്കളയാം. നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യാം. നിന്റെ പക്ഷത്തിൽ നിന്ന് യുദ്ധം ചെയ്യണം എന്ന് മാത്രമല്ലേ നിനക്കുള്ളൂ. ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞത് നീ കേട്ടുവോ? കൃഷ്ണൻ വന്നപ്പോൾ ഇന്ന പ്രകാരം ചെയ്യണം എന്ന് പറഞ്ഞത് നീ അനുസരിച്ചുവോ? കൃഷ്ണൻ്റെ വാക്കുകൾ കേൾക്കണം എന്ന് പറഞ്ഞത് കേട്ടുവോ? ആ ദൂതൻ്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞത് കേട്ടുവോ? ദ്രോണൻ പറഞ്ഞത് കേട്ടുവോ? അമ്മ പറഞ്ഞത് കേട്ടുവോ? അച്ഛൻ പറഞ്ഞത് കേട്ടുവോ? വിതുരൻ പറഞ്ഞത് കേട്ടുവോ? കേട്ടില്ല. പിന്നെ നീ എന്താ ആവശ്യപ്പെടണേ? യുദ്ധം ചെയ്യണം. ഞാൻ യുദ്ധം ചെയ്യാം. അവിടത്തോളേ ഉള്ളൂ എൻ്റെ സർവ്വസൈന്യാധിപത്വം. ഞാൻ യുദ്ധം ചെയ്യാം. പക്ഷെ യുദ്ധം ചെയ്യുന്നത് പോലെ പാണ്ഡവന്മാർ എന്നോട് വന്ന് എന്ത് കാര്യത്തിൽ ഉപദേശം ചോദിച്ചാലും ആ ഉപദേശത്തിന് ശ്രേയസ്കരമായിട്ടുള്ള മറുപടി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും.
നിനക്ക് എന്താ ആവശ്യം? നതു ഏവ ഉത്സാദനീയാമേ പാണ്ഡോ പുത്രാജനാധിപ തസ്മാത് യോധാൻ ഹനിഷ്യാമി പ്രയോഗേണ അയുതം സദാ. എല്ലാവരും ഒന്ന് നല്ലോണം കേൾക്കുവപ്പാ, മനസ്സിലാക്കൂ. ഇതാണ് നമ്മുടെ ഭാരതം, ഇതാണ് നമ്മുടെ ഇന്ത്യ, ഇതാണ് നമ്മുടെ സാംസ്കാരിക മഹിമ, ചിന്താഗതി. ഒരു മകനായി ജനിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അരക്കെട്ടിനിൽ നിന്ന് ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ, മുത്തശ്ശനായി എന്നുള്ളതിൻ്റെ പേരിൽ ദുഷ്ടനായി വഴിപഴച്ച ഒരു മകൻ്റെ കൂടെ നിൽക്കാൻ ഒരച്ഛനും ഒരമ്മയ്ക്കും സാധിക്കില്ല, സമ്മതിക്കൂല. അതിന് നിന്നെ പെറ്റത് ശരി, അമ്മിഞ്ഞ ഊട്ടി തന്നത് ശരി, പക്ഷേ നിന്റെ പ്രവൃത്തി ശരിയല്ല, അതിൽ പങ്കാളിയാകാൻ എന്നെ കിട്ടില്ല എൻ്റെ പൊന്നുമോനെ എന്ന് പറയുന്ന അമ്മമാരാണ് ഭാരതത്തിലെ ധീരവനിതകൾ. അതിൽ ഒരാൾക്കും സംശയം വേണ്ട. ഈ ഭാരതത്തിൻ്റെ മഹിമ അതാണ്. നമുക്ക് രക്തബന്ധം എത്ര കഠിനമായോ ശക്തമായോ ഉണ്ടാവട്ടെ, വിവാഹബന്ധവും നമുക്കുണ്ടാവട്ടെ, ഒരാളുടെ മനസ്സിൻ്റെ അവിടെ തീണ്ടാൻ പറ്റില്ല ഒരു ബന്ധത്തിനും. മനസ്സിനെ നയിക്കുന്നത് ധർമ്മചിന്തയാണ്, ധർമ്മചിന്തയാണ്. ആ വിശേഷ ബുദ്ധി ഉള്ളിടത്തോളം കാലം ഈ രാജ്യമുണ്ടല്ലോ, ഈ രാജ്യം ഒരാൾക്കും ഒന്നിനും നശിപ്പിക്കാൻ പറ്റാത്തതാണ്. എത്ര കാലമായി ഈ ശാസ്ത്രം നമ്മൾ സൂക്ഷിച്ചു കൊണ്ടുവരുന്നു. ഇതേമാതിരി സൂക്ഷിച്ചു കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു സാഹിത്യം ലോകത്തിൽ 5000 ചില്ലാനം കൊല്ലമായിട്ട് തങ്ങി നിന്നിട്ടുണ്ടോ? ചരിത്രം നടന്ന സംഭവങ്ങളെ വിവരിക്കുന്നതാണ്. ഇതോ നടക്കാനുള്ള സംഭവങ്ങൾക്ക് മാർഗദർശനമാണിത് ചെയ്യുന്നത്. ഈ മഹാഭാരതത്തിലുള്ള പേരുകളും മഹാഭാരതത്തിൽ പറയുന്ന പ്രദേശങ്ങൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ, ഇത് എത്രയെത്രയാണ് ഇവിടെ കാണുക നിങ്ങൾക്ക്. പഞ്ചപാണ്ഡവ ഗുഹ, പണ്ഡപാണ്ഡവ ഗുഹ, പാണ്ഡവ പർവ്വതം, എന്തൊക്കെയാ. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ, ഐകുന്ന് പാണ്ഡവഗിരിയുടെ കിഴക്കേ ചെരുവിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പാണ്ഡവന്മാരും ദ്രൗപദിയും കൂടി ഇവിടെ വന്ന് തപസ് ചെയ്തു എന്നാ പറയുന്നത്. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ആ പാണ്ഡവന്മാരോട് കൂടി ഒരു ബന്ധം ഈ സ്വാമിക്ക് എത്രത്തോളം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അർജുനും കൂട്ടരും വന്ന് തപസ് ചെയ്തു, ദ്രൗപദിയെ അനുഗ്രഹിച്ചു, ഭർത്തൃവിജയത്തിനും നെടുമംഗല്യത്തിനും. ആ നടന്ന സംഭവം ഉണ്ടല്ലോ, ഞാനിവിടെ ഇരിക്കുന്നതിൽ നിന്ന് ഏതാണ്ട് ഒരു 300-350 അടി മുകളിൽ അകലെയാണത്. അവിടെ നിന്നിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ചരിത്രം പറയണത്. നടന്നത് എന്താ, പറയുന്നത് എന്താ, എന്താണ് ഇതിൻ്റെ വിശേഷം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ന തു ഏവ ഉത്സാദനീയാമേ പാണ്ഡോ പുത്രാഹ ജനാധിപ. ഒരിക്കലും ഞാൻ പാണ്ഡുപുത്രന്മാരെ കൊല്ലില്ല, വേദനിപ്പിക്കില്ല. അത് നല്ല പോലെ മനസ്സിലാക്കണം. ഇവിടെ 7 അക്ഷൗഹിണി സേന അവരുടെ ഭാഗത്തുണ്ട്. അതിൽ ആ പാണ്ഡവന്മാരെ ഒഴിച്ച് ബാക്കിയുള്ളവരോട് കൂടിയേ ഞാൻ പടപൊരുതി വേദന ഏൽപ്പിക്കുള്ളൂ. അവരെ ഞാൻ തൊടില്ല, തൊടില്ല, തൊടില്ല. അദ്ദേഹം പറയുന്നതാണ്, തസ്മാത് യോധാൻ ഹനിഷ്യാമി പ്രയോഗേണ അയുധം സദാ. ബാക്കിയുള്ള യോദ്ധാക്കളുണ്ടല്ലോ, നിനക്ക് വേണ്ടി ഞാൻ ദിവസേന 10,000 പേര് വീതം കൊന്നങ്ങോട്ട് വീഴ്ത്താം. പക്ഷേ പാണ്ഡവന്മാരെ ഞാൻ തൊടില്ല, അവരെ വേദനിപ്പിക്കില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ യുദ്ധം ചെയ്യാനും സർവ്വസൈന്യാധിപനായിരിക്കാനും സമ്മതിക്കുന്ന അതേ മുത്തശ്ശൻ പറയുന്നു, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതിലെന്താ ഒളിവ്, എന്താണ് മറവ്? ആശയത്തെളിച്ചത്തിൻ്റെ മൂർധന്യത്തിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ മനസ്സ് അതിൻ്റെ കൂടെ ഇല്ല, ഇല്ല, സാധ്യവുമല്ല. ഏവമേഷാം കരിഷ്യാമി നിധനം കുരുനന്ദന ന ചേത്തേ മാം ഹനിഷ്യന്തി പൂർവമേവ സമാഗമേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഏവമേഷാം കരിഷ്യാമി നിധനം കുരുനന്ദന ന ചേത്തേ മാം ഹനിഷ്യന്തി പൂർവമേവ സമാഗമേ. ഞാനിത് ചെയ്യാം എന്ന് പറയുന്നുണ്ടല്ലോ, 10,000 പ്രതിദിനം ഞാൻ കൊന്നൊടുക്കാം എന്ന് പറയുമ്പോൾ അതിന് ഒരു കണ്ടീഷനുണ്ട്. എന്താണത്? ഏവമേഷാം കരിഷ്യാമി നിധനം ന ചേത്തേ മാം ഹനിഷ്യന്തി. എങ്ങാനും പാണ്ഡവന്മാര് അവരുടെ പക്ഷത്തിലുള്ളവര് എന്നെ കൊന്നാലോ? ഇത് നടക്കില്ല. ഞാൻ അവരെ കൊല്ലില്ല എന്ന് പറയുന്നത് പോലെ അവരെന്നെ തട്ടി താഴ്ത്തിടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ രഥത്തിൽ നിന്ന് വീഴുന്നവരെയോ എന്നെ പാണ്ഡവ പക്ഷത്തിലുള്ളവർ കൊല്ലുന്നത് വരെയോ ഞാൻ ഈ പറഞ്ഞത് ചെയ്തോളാം. നചേത്തെ മാം ഹനിഷ്യന്തി പൂർവമേവ സമാഗമേ.
ഞാനിത് ചെയ്യുന്നതിന് മുൻപാണ് ഞാൻ ഹനിക്കപ്പെട്ടതെന്നുണ്ടെങ്കിലോ, താഴത്ത് വീണാലോ എൻ്റെ ഈ പറഞ്ഞ വാക്കിന് വിലയുണ്ടാവില്ല. അപ്പം അവരെന്നെ നേരിട്ട് ആക്രമിച്ച് എന്നെ രഥത്തിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റാത്ത തരത്തിലാക്കി തീർത്താൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ വാക്കിന് വിലയില്ല. ഇത് വെച്ചുകൊണ്ടാണ് ദ്രോണന്റെ അടുത്ത് ചെന്ന് ഭീഷ്മമേവാഭിരക്ഷന്തു എന്ന് ദുര്യോധനൻ പറയാൻ കാരണം. അത് നമുക്ക് വരാൻ പോണു, അപ്പൊ പറയാം. ഞാൻ സേനാപതി സർവസൈന്യാധിപനാകാം, പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? കർണോ വാ യുധ്യതാം പൂർവം അഹം വാ പൃഥിവീപദേ സ്പർദ്ധതേഹി സദാത്യർത്ഥം സൂതപുത്രോ മയാരണേ. നിന്റെ പക്ഷത്തിലൊരു കർണനുണ്ട്. ആ കർണന് നിനക്ക് വല്ലാത്ത വിശ്വാസവും ആശ്രയവുമാണ്. അർജുനനോട് പാർത്ഥനോട് പൊരുതാൻ എനിക്ക് കർണനുണ്ട് എന്നൊരു തോന്നലാണ് നിന്റെ മനസ്സിൽ. ആ കർണന് സ്വയം വലിയ അഭിമാനവും അഹങ്കാരവുമാണ്. അവൻ എവിടെ പോയാലും എന്ത് സംസാരിക്കുന്നിടത്തും താനാ ആ പൊങ്ങച്ച, അതാണ് മുന്തി നിൽക്കുന്നത്. ആ കർണൻ ഒന്നുകിൽ അവൻ യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടി നടക്കില്ല എന്ന്. കർണോ വാ യുധ്യതാം പൂർവം അഹം വാ പൃഥിവീപദേ. ആദ്യം യുദ്ധം ചെയ്യേണ്ടത് കർണനാണോ അതോ ഞാനാണോ എന്ന് നീ നിശ്ചയിക്കണം. സ്പർദ്ധതേഹി സദാത്യർത്ഥം സൂതപുത്രോ മയാരണേ. കർണന്റെ വാക്കിലും പ്രവൃത്തിയിലും ഇംഗിതത്തിലും എന്താ? സ്പർദ്ധ മാത്രമേ ഉള്ളൂ. ഞാൻ യുദ്ധം ചെയ്യണം വേണ്ടതുപോലെ എന്നുള്ളൊരു വിചാരമല്ല. അർജുനനോട് യുദ്ധം ചെയ്യണം. ആ അർജുനൻ ഇതാണ് അവൻ്റെ മനസ്സിൽ. താൻ എങ്ങനെ ചെയ്യണം എന്നുള്ള വിചാരമല്ല. അതുമാതിരി എന്നോടും കൂടി സ്പർദ്ധയുണ്ടവന്. അവൻ പറയും ഞാൻ വലിയ മഹാരഥനാണെന്ന്. എൻ്റെ കണക്ക് കൂട്ടലിൽ അവന് പകുതിയെ മഹാരഥത്വം കൽപ്പിക്കാൻ പറ്റുള്ളൂ. ഏത് യുദ്ധത്തിലാണ് അവൻ ജയിച്ചിരിക്കുന്നത്? ചെന്നിടത്തൊക്കെ കപടം പറഞ്ഞിട്ടല്ലേ കാര്യങ്ങൾ നേട്ടാൻ പുറപ്പെട്ടത്. അമിതമായ ആഗ്രഹം, അത്യാർത്തി, ഇതൊക്കെയാണ് ആ കർണന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. ഒരു ഭാഗത്ത് കവചം കുണ്ടലമെല്ലാം ഉണ്ടായിരുന്നു. ഒരാൾ നല്ലവരായ സ്വർഗവും നരകവും ഒരുപോലെ നമ്മളെ തുണയ്ക്കും. കർണനെ തുണയ്ക്കുന്നതിന് പകരം സ്വർഗീയരായിരിക്കുന്ന ഘടകങ്ങളടക്കം വന്ന് ഒരു കോൺസ്പിറസി പോലെ, ഒരു ഗൂഢാലോചന പോലെ പണിതുണ്ടാക്കിയിട്ടാണ് കുണ്ടലവും കവചവും ഒക്കെ അപഹരിച്ചു കൊണ്ടുപോയത്. അപ്പം ഈ കർണനെ പിന്തുണയ്ക്കുന്നത് ആരാ? നീയേ പിന്തുണയ്ക്കുള്ളൂ. നല്ല മനുഷ്യർ ഒരൊറ്റ ആളെയും അവനെ പിന്തുണയ്ക്കുന്നില്ല. ആ കർണൻ എൻ്റെ അടുത്ത് വരുമ്പോഴും ധിക്കാരേ സംസാരിക്കുള്ളൂ. അപ്പോൾ കർണൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ പലതും പറയാനുണ്ടാവും. ഞാൻ ചെയ്തത് ശരിയല്ല, എൻ്റെ വ്യൂഹം ശരിയല്ല എന്ന് വരെ പറഞ്ഞു എന്ന് വരാം. അതുകൊണ്ട് കർണൻ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, ഞാൻ യുദ്ധം ചെയ്യില്ല. അല്ല, ഞാൻ ചെയ്യുകയാണെങ്കിലോ കർണൻ പുറത്തു നിൽക്കും വേണം. ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ, ഈ ഒരു വ്യവസ്ഥയിൽ മാത്രമേ ഞാൻ സർവസൈന്യാധിപത്വം ഏറ്റെടുക്കാൻ തയ്യാറുള്ളൂ. കർണോ വാ യുധ്യതാം പൂർവം അഹം വാ പൃഥിവീപദേ സ്പർദ്ധതേഹി സദാത്യർത്ഥം സൂതപുത്രോ മയാരണേ. അവിടെയും പറയുന്നത് സൂതപുത്രനാ. അങ്ങനെയാണല്ലോ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. മയാ രണേ സദാ അത്യർത്ഥം സ്പർദ്ധതേഹി. ആ യുദ്ധത്തിൽ ഞാനാണ് ഭീഷ്മനൊന്നുമല്ല. ഞാൻ ശരിയായിട്ട് വ്യൂഹം ചമയ്ക്കാം. എനിക്കാണ് എല്ലാം ചെയ്യാൻ പറ്റുക. എന്നെപ്പോലും ധിക്കരിച്ചുകൊണ്ട് എനിക്ക് ബുദ്ധിയുമില്ല, പ്രഭാവവുമില്ല, മിടുക്കുമില്ല, ആത്മബലവുമില്ല. ഈ തരത്തിലാണ് മൂപ്പരുടെ സംസാരമൊക്കെ എന്ന് പറയുന്നു. കർണന്റെ ഭാഗത്തുനിന്ന് കർണൻ പറയണത് എന്താ? നാഹം ജീവതി ഗാംഗേയേ രാജൻ യോത്സ്യേ കഥഞ്ജന ഹതേ ഭീഷ്മേതു യോത്സ്യാമി സഹ ഗാണ്ഡീവധന്വനാ. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വ്യാസനാണിത് എഴുതിയിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കൂ. ആ ഓരോരുത്തരും പറയുന്ന വാക്കുകളിൽ എത്രത്തോളം ആ ഉള്ളർത്ഥങ്ങളുണ്ട്. അവനവൻ്റെ ഉൾനില, വ്യക്തിത്വത്തെ മുഴുവൻ വെളിപ്പെടുത്തുന്നതാ. നാഹം ജീവതി ഗാംഗേയേ രാജൻ യോത്സ്യേ കഥഞ്ജന ഹതേ ഭീഷ്മേതു യോത്സ്യാമി സഹ ഗാണ്ഡീവധന്വനാ. കർണന്റെ ഭാഗം വെളിപ്പെടുത്തി. നാഹം ജീവതി ഗാംഗേയേ രാജൻ യോത്സ്യേ കഥഞ്ജന. ഒരു വലിയ വാക്കാണ് ഈ പറയണത് കേട്ടോ. ഗാംഗേയൻ, ഗംഗാപുത്രൻ എത്രത്തോളം കാലം ജീവിച്ചിരിക്കുന്നുവോ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന്. അപ്പൊ ഞാൻ എൻ്റെ ആപ്തമിത്രമായിരിക്കുന്ന ദുര്യോധന ഭവാന് വേണ്ടി യുദ്ധം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗാംഗേയൻ മരിക്കണം. കേട്ടു വർത്തമാനം?
അപ്പൊ ഇവിടെ കർണന് ആവശ്യം എന്താ? കൊതിച്ചിങ്ങനെ ഇരിക്കുക, തൻ്റെ പ്രഭാവം കാണിക്കണം, അർജുനന്റെ മുൻപിൽ പടപൊരുതണം, അവനെ കൊമ്പ് കുത്തിക്കണം എന്നുള്ളൊരു വിചാര. അത് കുത്തിക്കാൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഭീഷ്മര് ചാവണം, അല്ലാണ്ട് വരില്ലല്ലോ. കേൾക്കുന്നുണ്ടോ ആ വർത്തമാനം? ഒരു മനുഷ്യന്റെ മനസ്സ് എത്ര കണ്ട് അധപ്പതിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മനസ്സ് എത്ര കൊണ്ട് തൻ്റെ ബുദ്ധിയെ വഞ്ചിക്കാം. നാഹം ജീവതി ഗാംഗേ രാജൻ യോത്സ്യേ കഥഞ്ജന ഹതേ ഭീഷ്മേതു യോത്സ്യാമി. നെഗറ്റീവും പോസിറ്റീവും പറയാം അവിടെ. എത്രത്തോളം കാലം ഗംഗാപുത്രൻ ജീവിച്ചിരിക്കുന്നുവോ ദുര്യോധന, ഞാൻ തൻ്റെ പക്ഷത്തിൽ വന്ന് യുദ്ധം ചെയ്യില്ല. എന്നാൽ ഭീഷ്മൻ മരിക്കുന്ന പക്ഷമോ ഗാണ്ഡീവധനുസ് ധരിക്കുന്നതായ അർജുനനോടുകൂടി പടപൊരുതാമെന്ന്. അപ്പൊ അർജുനനോട് പടപൊരുതാൻ വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മനസ്സിലാക്കിക്കോളൂ, ഭീഷ്മന് വേഗം താഴ്ത്തു വീഴണമെന്ന്. ഇതാണല്ലോ ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇവിടെ യുദ്ധം ചെയ്യലാണോ? ധാർമ്മികമാണോ ഈ യുദ്ധം? ആലോചിച്ച് നോക്കൂ. ദുര്യോധന പക്ഷത്തിൽ നിന്ന് ഇങ്ങനെയാണോ ഒരു ശരിയായ യോദ്ധാവ് സംസാരിക്കുക? ഇതേമാതിരിയുള്ള വല്ല അവതാളങ്ങളും അപ്പുറത്തുണ്ടോയെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഹതേ ഭീഷ്മേതു യോത്സ്യാമി സഹ ഗാണ്ഡീവധന്വന. അപ്പൊ കർണന്റെ മനസ്സിൽ എന്താ വിചാരം? ഭീഷ്മൻ വേഗം വീഴണല്ലോ, ഇതാണല്ലോ വിചാരം. എന്നാലല്ലേ കർണൻ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഭീഷ്മനെ കവച്ചു വയ്ക്കുന്ന ഒരു പ്രഭാവം കർണനുണ്ടോ? എങ്ങാനും ഭീഷ്മനെ തട്ടിയിട്ടു, താഴത്തിട്ടു പാണ്ഡവന്മാര് എന്നിരിക്കട്ടെ, അപ്പൊ ആ പഴുത് നികത്താൻ ഈ കർണനെ കൊണ്ട് സാധിക്കുമോ? അപ്പൊ പിന്നെ ഈ യുദ്ധം പിന്നെ എന്തിനാ ദുര്യോധന പക്ഷത്തിൽ നിന്ന്? അതിൻ്റെ പരാജയം, അതിൻ്റെ നാശം വളരെ വ്യക്തമായിട്ട് തെളിയുന്നുണ്ടല്ലോ കർണന്റെ സംസാരത്തിൽ. ഈ കർണൻ എത്ര യുദ്ധം എവിടെയൊക്കെ ചെയ്തു, ആരെയൊക്കെ ജയിച്ചു, പാണ്ഡവന്മാരായി ഏറ്റുമുട്ടാൻ വന്നിട്ടുണ്ടല്ലോ. അജ്ഞാതവാസത്തിൻ്റെ അവസാനത്തിൽ വിരാട് നഗരത്തിൽ വെച്ച് ഉത്തരനോട് പടപൊരുതി ഉത്തരൻ പിൻവാങ്ങി. ഇതൊക്കെ കഴിഞ്ഞ സമയത്ത് എന്തുണ്ടായി? കർണന് വല്ലതും ചെയ്യാൻ പറ്റിയോ? പറ്റിയില്ല. പോട്ടെ, ദുര്യോധനന്റെ കൂടെ വനവാസത്തിൽ കഷ്ടപ്പെടണമെന്ന് നേരിട്ട് കണ്ടുകളയാം എന്ന് പറഞ്ഞു പോയപ്പോൾ ഉത്സാഹത്തോടു കൂടി കർണനും കൂടി. ആ സമയത്ത് ഗന്ധർവന്മാരാണ് വന്ന ആകാശത്തിൽ നിന്ന് യുദ്ധം ചെയ്തത്. ആ യുദ്ധം ചെയ്ത സമയത്ത് ദുര്യോധനനോ ശകുനിക്കോ ഈ കർണനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ചെയ്യാൻ പറ്റിയില്ലല്ലോ. അവസാനം ദുര്യോധനെ ബന്ദിയായി കൊണ്ടുപോവല്ലേ ചെയ്തത്. യുധിഷ്ഠിരൻ കണ്ടുടനെ പുറമേ നിന്ന് ആരെങ്കിലും യുദ്ധം ചെയ്താൽ നമ്മൾ 100, 5, 105 പേര്, നമ്മൾ തമ്മിലാവുമ്പോൾ നമ്മൾ 5 അവർ 100 എന്നുള്ള വലിയ ഒരു തത്വം പറഞ്ഞ് ആ ബന്ദിയായ ദുര്യോധനെ വിട്ടുവന്നപ്പോൾ ദുര്യോധനും കർണനും ഒക്കെ എവിടെയായിരുന്നു? ഇനി എന്താ അവർക്ക് പറയാനുള്ളത്? ആ കർണനാണ് ഇവിടെ തുള്ളിച്ചാടുന്നത്. ഭീഷ്മൻ ഉള്ളിടത്തോളം കാലം ഞാൻ യുദ്ധം ചെയ്യില്ല, ഭീഷ്മൻ വീഴാൻ കാത്തിരിക്കുകയാണ്, വീണാ യുദ്ധം ചെയ്യാമെന്ന്. ഇത് കേട്ട് ചിരിക്കാൻ മാത്രമുള്ള ദുര്യോധനെ നമ്മുടെ പക്ഷത്തിലുള്ളൂ. ഇതാണ് അവിടുത്തെ സ്ഥിതി. നാഹം ജീവതി ഗാംഗേ രാജൻ യോത്സ്യേ കഥഞ്ജന ഹതേ ഭീഷ്മേതു യോത്സ്യാമി സഹ ഗാണ്ഡീവധന്വന. അപ്പൊ ഗാണ്ഡീവധനുസ് ഏന്തുന്ന അർജുനനോട് കൂടി പടപൊരുതാൻ മാത്രമാണ് ഞാൻ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അവിടെ ബാക്കി എന്ത് ചെയ്താലും എനിക്കൊരു ചോദ്യമില്ല. ഞാനിങ്ങനെ കൊതിച്ചിരിക്കുകയാണ്, അർജുനനോട് പൊരുതണം. അതിനു വേണ്ടി ഒരു മഹാഭാരത യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു വിചാരമാണ് കർണന്. എന്താ നമ്മൾ കണ്ടത്? കർണന്റെ വ്യക്തിയമായിരിക്കുന്ന അഭിലാഷം, പ്രൗഢി, ആ മത്സരബുദ്ധി, മോഹം, അഭിലാഷം, ഇതൊക്കെയാണ്. നടക്കാൻ പോകുന്നത് അതിബൃഹത്തായിരിക്കുന്ന ഒരു യുദ്ധമാണ്. അതിൽ എത്രയോ മഹാരഥികളും അതിരഥികളും ഒക്കെ പങ്കെടുക്കുന്ന യുദ്ധമാണ്. അതിൽ ഒരാൾക്കും ഒരു തൻ്റേത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാവമോ നിലയോ കൈക്കൊണ്ടാൽ ഈ മഹാഭാരത യുദ്ധം നടക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്തും കർണൻ തൻ്റെ വ്യക്തിയമായിരിക്കുന്ന താല്പര്യങ്ങളും പ്രൗഢികളും ബലി കഴിക്കാനോ മാറ്റിവെക്കാനോ തയ്യാറില്ല. അതുകൊണ്ടാണ് ഭീഷ്മനുമായി സംസാരിച്ച് പിണങ്ങിയത്. ഇതൊക്കെ കേട്ടപ്പോഴാണ് ഭീഷ്മൻ പറയുന്നത്, ഞാൻ സേനാപതിയാകാം, പക്ഷെ എങ്ങനെ? ഒന്നുകിൽ ഞാൻ യുദ്ധം ചെയ്യും, അപ്പം കർണൻ യുദ്ധം ചെയ്യില്ല. ഇനി കർണനാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലോ ഞാൻ ചെയ്യില്ല എന്ന് വരെ പറയേണ്ടി വന്നു അദ്ദേഹത്തിന്. അപ്പം ആ പിണക്കം എത്രത്തോളം ഉണ്ട്? ഇപ്പം ഭീഷ്മൻ സേനാപതിയാണെങ്കിൽ
ആ സേനാപതിയുടെ ചൊൽപ്പടിക്ക് വേണമല്ലോ ബാക്കി എല്ലാവരും അവിടെ പെരുമാറാൻ. ദ്രോണനും അതുപോലെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഓടിച്ചെന്ന ഒരാൾക്ക്, ഭീഷ്മനെ പോലെയുള്ള ഒരു പിതാമഹൻ, വയോവൃദ്ധനാണ്, ജ്ഞാനവൃദ്ധനാണ്, യുദ്ധത്തിൽ അജയ്യനാണ്, അങ്ങനെ ഒരാളുടെ അടുത്ത് പോയി പിടിവാശിക്കും പോരിനും ന്യായമുണ്ടോ സ്ഥാനമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയും ഈ കർണൻ എഴുന്നള്ളിച്ചത് തൻ്റെ വ്യക്തിപ്രഭാവവും ആ പ്രൗഢിയുമാണ്. ആ കാര്യം അവസാനിച്ചു. കർണൻ പോയി. തഥ സേനാപതിം ചക്രേ വിധിവത് ഭൂരിദക്ഷിണം ധൃതരാഷ്ട്രാത്മജോ ഭീഷ്മം സഹ അഭിഷിക്തോ വ്യരോചത. തതസേനാപതിം ചക്രേ വിധിവത് ഭൂരിദക്ഷിണം. അപ്പൊ എല്ലാവരുടെ മുൻപിലും സേനാപതിയെ വേണ്ടതുപോലെ വാഴിക്കുക, അഭിഷേകം ചെയ്യുക എന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ. വലിയ ഒരു യുദ്ധം, 11 അക്ഷൗഹിണി സേനയാണ് അവിടെ കൂടിയിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ഏക അധിപനായിട്ട് ഒരാളെ വാഴിക്കുമ്പോൾ അത് സർവ്വാൾക്കാരും അറിയണം. അറിയുമ്പോഴേ അദ്ദേഹം പറഞ്ഞത് കേൾക്കാനും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കാനും അദ്ദേഹത്തിനെ രക്ഷിക്കാനും അനുഗമിക്കാനും സഹായം ചെയ്യാനും എല്ലാവരും തയ്യാറാവുള്ളൂ. അപ്പോൾ വിധിവത്, ശാസ്ത്രോക്തമായി വിധിവത്തായി, ഭൂരിദക്ഷിണം, ധാരാളം ദക്ഷിണമൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുത്ത്, ധൃതരാഷ്ട്രാത്മജോ ഭീഷ്മം അഭിഷിക്ത വ്യരോചത. ധൃതരാഷ്ട്രന്റെ പുത്രൻ ദുര്യോധനൻ ഭീഷ്മനെ സേനാധിപതിയായി വാഴിച്ചു. അതോടുകൂടി എന്തായി? അഭിഷിക്തനായിരിക്കുന്ന ഭീഷ്മൻ വ്യരോചത. ആദ്യമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. പല യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ മഹാഭാരത യുദ്ധം വളരെ വിശേഷപ്പെട്ടതാ. അതിലെ ഏറ്റവും പ്രധാന വിശേഷം എന്താ? മറുഭാഗത്ത് കൃഷ്ണനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു യുദ്ധത്തിൽ അദ്ദേഹം അഭിഷിക്തനായപ്പോൾ ക്രമത്തിലധികം ശോഭിച്ചു. നടന്ന സംഭവങ്ങൾ പറയാ. തതസേനാപതിം ചക്രേ വിധിവത് ഭൂരിദക്ഷിണം ധൃതരാഷ്ട്രാത്മജോ ഭീഷ്മം സഹ അഭിഷിക്തോ വ്യരോചത. വർദ്ധമാനോ ജയാശീർഭിഃ നിർയയൗ സൈനികൈർവൃതഃ ആപഗേയം പുരസ്കൃത്യ ഭ്രാതൃഭിഃ സഹിതസ്തദാ സ്കന്ധാവാരേണ മഹതാ കുരുക്ഷേത്രം ജഗാമഃ. വർദ്ധമാനോ ജയാശീർഭിഃ നിർയയൗ സൈനികൈർവൃതഃ ആപഗേയം പുരസ്കൃത്യ ഭ്രാതൃഭിഃ സഹിതസ്തദാ. ഭീഷ്മനെ അങ്ങോട്ട് വാഴിച്ചതോടുകൂടി ഇനിയിപ്പോൾ എന്താ വേണ്ടത്? യുദ്ധം അങ്ങോട്ട് തുടങ്ങണം, അതിനുവേണ്ട വ്യൂഹം ചമയ്ക്കണം, യുദ്ധക്കളത്തിൽ എത്തിച്ചേരണം. ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുക, അതാണല്ലോ ആവശ്യം. അപ്പോൾ വർദ്ധമാനോ ജയാശീർഭിഃ നിർയയൗ, എല്ലാവരും ജയഭേരി മുഴക്കി. അവനവൻ്റെ പക്ഷം ജയിക്കും എന്നുള്ളതാണല്ലോ ഈ ജയഭേരിയുടെ ഉദ്ദേശം. ആ ജയഭേരി സർവ്വദിക്കങ്ങളിൽ നിന്നും മുഴങ്ങി. നിർയയൗ സൈനികൈർവൃതഃ, സൈനികന്മാരെ, സേനാനികൾ മുഴുവൻ 4 ഭാഗത്ത് കൂടിയിട്ടുണ്ട്. കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാൻ. ആപഗേയം പുരസ്കൃത്യ ഭ്രാതൃഭിഃ സഹിതസ്തദാ, സഹോദരന്മാർ 1ഉം 2ഉം അല്ല, അവരെല്ലാവരും കൂടി 100 പേരുണ്ട്. അവരെല്ലാവരുടെ കൂടെ ആപഗേയം പുരസ്കൃത്യ, ഭീഷ്മനെ മുൻനിർത്തിക്കൊണ്ട് ദുര്യോധന മഹാരാജാവ്, യുവരാജാവ് പുറപ്പെട്ടിരിക്കുന്നു ഇത് കുരുക്ഷേത്രത്തിലേക്ക്. വർദ്ധമാനോ ജയാശീർഭിഃ നിർയയൗ സൈനികൈർവൃതഃ ആപഗേയം പുരസ്കൃത്യ ഭ്രാതൃഭിഃ സഹിതസ്തദാ സ്കന്ധാവാരേണ മഹതാ കുരുക്ഷേത്രം ജഗാമഃ. സ്കന്ധാവാരേണ, അതിബൃഹത്തായ സേനയോടുകൂടി കുരുക്ഷേത്രത്തെ ലക്ഷ്യമാക്കി അവരെല്ലാവരും കൂടി അങ്ങോട്ട് പുറപ്പെട്ടു. പരിക്രമ്യ കുരുക്ഷേത്രം കർണേന സഹ കൗരവഃ ശിബിരം മാപയാമാസ സമേ ദേശേ ജനാധിപാ. പരിക്രമ്യ കുരുക്ഷേത്രം കർണേന സഹ കൗരവഃ. എന്താ അതിനർത്ഥം? കർണൻ പറഞ്ഞിരിക്കുന്നു ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന്. എന്നാലും ദുര്യോധനോട് അങ്ങേ അറ്റത്തെ ചങ്ങാത്തമാണ്, മൈത്രിയാണ് അദ്ദേഹത്തിന്. എൻ്റെ മിത്രനാണ്, അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യും എന്നുള്ള ആ പരസ്പരം വ്യക്തിയമായിരിക്കുന്ന ഒരു സൗഹൃദമാണ് അവർക്ക്. ആ സൗഹൃദമുള്ളത് കൊണ്ട് കർണൻ പിൻവാങ്ങിയില്ല, കൂടെയുണ്ട്. പരിക്രമ്യ കുരുക്ഷേത്രം കർണേന സഹ കൗരവഃ. കൗരവൻ ദുര്യോധനൻ കുരുക്ഷേത്രം മുഴുവനും ഒന്ന് ചുറ്റി അങ്ങോട്ട് നടന്നു. ആ കുരുക്ഷേത്രത്തിലാണല്ലോ യുദ്ധം നടക്കാൻ പോണത്. അവിടെ ചുറ്റി നടന്ന് എവിടെയാണ് തൻ്റെ സേനയെ സ്ഥാപിക്കേണ്ടത്, എങ്ങോട്ട് അഭിമുഖമായി നിൽക്കണം, അവിടെ പാളയങ്ങൾ തീർക്കാനുള്ള സ്ഥലങ്ങൾ ഏതാ, എവിടെയാണ് അവർ കൂടേണ്ടത്, ഇതൊക്കെ ഒന്ന് നല്ലോണം കണ്ണുകൊണ്ട് ആദ്യം അളന്നിങ്ങോട്ട് എടുത്തു. എന്നിട്ട് പറയുകയാണ്,
ശിബിരം മാപയാമാസ സമേദേശേ ജനാധിപ. അവിടെ എല്ലാ സ്ഥലവും ഒരുപോലെ നിരപ്പുള്ളതാണെന്ന് വിചാരിക്കരുത്. കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഭൂപ്രദേശമാണത്. അതിൽ സമമായിരിക്കുന്ന പ്രദേശം കണ്ടെത്തി ശിബിരം മാപയാമാസ ജനാധിപ. ശിബിരം, അവർക്ക് താമസിക്കാനുള്ള ഒരു പാളയം വേണമല്ലോ. ആ പാളയം ഉണ്ടാക്കാൻ വേണ്ടി അളന്ന് തിരിച്ച് എവിടെയാണ് പാളയം വേണ്ടത്, അതിന് ദീർഘവിസ്താരങ്ങൾ എത്ര എണ്ണം, ഒരു പാളയമോ ഒന്നിലധികമോ വേണ്ടത്, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനിച്ച് അളവെടുത്ത് തൃപ്തിപ്പെടുത്തിയത്രേ. എവിടെയാണത്? മധുരാനൂഷരേ ദേശേ പ്രഭൂതയവസേന്ധനെ യഥൈവ ഹാസ്തിനപുരം തദ്വശിബിരമാബഭൂ. അളന്ന് തിരിച്ച് എല്ലാമായി പാളയം അങ്ങോട്ട് തീർത്തതോടുകൂടി മധുരാനൂഷരേ ദേശേ, നല്ല വിളക്കൂറുള്ള ഭൂമിയാണത്രേ. കണ്ടാലോ അതിമനോഹരം, ഹൃദയഹരമായിട്ടുള്ളതാ. പ്രഭൂതയവസേന്ധനെ, അവിടെ രഥങ്ങളിൽ ധാരാളം കുതിരകൾ ഉണ്ടാവുമല്ലോ. ഈ കുതിരകൾക്ക് ആവശ്യം എന്താ? എപ്പോഴും യുദ്ധം ചെയ്യില്ല, അവർക്ക് തിന്നണം, ഉറങ്ങണം, തിന്നത് ദഹിക്കണം, രക്തമായി തീരണം. അപ്പം ധാരാളം പുല്ല് വേണം. ആ പുല്ല് ധാരാളമുള്ള സ്ഥലം. യവസേന്ധനെ, ഗോതമ്പും ഉണ്ടാവും. മാത്രമല്ല വേണ്ടത്ര വിറകുണ്ട്. വിറക് കൊണ്ടാണല്ലോ അന്നുള്ള വെപ്പ്. ഇന്നത്തെ മാതിരി ഗ്യാസൊന്നും ഇല്ലല്ലോ. അപ്പോൾ ധാരാളം വിറകും ഉണ്ട്, പുല്ലും ഉണ്ട്, വിളക്കൂറുള്ള പ്രദേശം, ധാന്യങ്ങളൊക്കെ സമൃദ്ധമായിട്ട് കിട്ടും. അങ്ങനെയുള്ള സ്ഥലത്ത് പ്രഭൂതയവസേന്ധനെ യഥൈവ ഹാസ്തിനപുരം തദ്വത് ശിബിരമാഭവൗ. ഹസ്തിനപുരം ഒരു രാജധാനി എന്നുള്ള നിലയ്ക്ക് എത്ര സുരക്ഷിതമായി സമ്പദ് സമൃദ്ധിയോടുകൂടി സമ്പുഷ്ടമായി ഇരിക്കുന്നുവോ അതേമാതിരി ഒരു കൊച്ച് ഹസ്തിനപുരമായി തീർന്നു അത്രേ. പാളയമടിച്ച് സേനകളെല്ലാം അവിടെ വന്നങ്ങോട്ട് നിരന്ന് നിന്ന് കൂടി ഒതുങ്ങിയേ പോകുന്നു. യഥൈവ ഹാസ്തിനപുരം തദ്വത് ശിബിരമാഭവൗ. ഇനി പാണ്ഡവന്മാരുടെ ശിബിരത്തിൽ നടന്ന വർത്തമാനം എന്താ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണു. സേനാപ്രണേതൃൻ വിധിവത് അഭ്യഷിഞ്ചത് യുധിഷ്ഠിരഃ സർവസേനാപതിം ചാത്ര ദൃഷ്ടദ്യുമ്നം ചകാരഃ. ഇത് എഴുതിയതാരാ? വ്യാസദേവൻ. ആ എഴുത്തിൽ വ്യാസദേവന്റെ അസാമാന്യമായിരിക്കുന്ന ദീർഘദൃഷ്ടി, വീക്ഷണം, ഗാഠത ഇതൊക്കെ കാണാം. സേനാപ്രണേതൃൻ വിധിവത് അഭ്യഷിഞ്ചത് യുധിഷ്ഠിരഃ. സേനാപ്രണേതൃൻ വിധിവത് അഭ്യഷിഞ്ചത് യുധിഷ്ഠിരഃ. യുധിഷ്ഠിരന്റെ സൈന്യത്തിൽ സേനാപതികൾ ധാരാളമുണ്ട്. കാര്യം അവർക്ക് 7 അക്ഷൗഹിണി സേനയേ ഉള്ളൂ, അപ്പുറത്ത് 11 അക്ഷൗഹിണിയാണ്. അവിടെ നടന്ന കാര്യങ്ങൾ വിവരിക്കണു ആര്? അൾട്ടിമേറ്റ്ലി അവസാനത്തിൽ വ്യാസദേവൻ, വ്യാസമഹർഷിയാണ് വിവരിക്കുന്നത്. ആ വിവരണത്തിൽ അദ്ദേഹം എന്ത് പറഞ്ഞിരിക്കുന്നു? തതസേനാപതിം ചക്രേ വിധിവത് ഭൂരിദക്ഷിണം. ധാരാളം ദക്ഷിണയൊക്കെ കൊടുത്ത് എല്ലാവർക്കും സന്തോഷമാവണമെന്ന് വിചാരിച്ച് സേനാപതിയാക്കി തീർത്തു ഭീഷ്മനെ എന്നേ അവിടെ പറഞ്ഞുള്ളൂ. 11 അക്ഷൗഹിണി സേനയുണ്ട്. ഇവിടെ വിവരിക്കുന്ന ചരിത്രം ആലോചിക്കൂ. സേനാ പ്രണേതൃൻ വിധിവത് അഭ്യഷിഞ്ചത് യുധിഷ്ഠിരഃ. ആ സേനയിൽ അനവധി സെക്ഷനും വിഭാഗവുമുണ്ട്. പലയിടങ്ങളിൽ നിന്നും വന്നവരുണ്ട്. അവരെല്ലാവരും ഒരു സേനാധിപന്റെ കീഴിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ഭാഷയിൽ പോലും വ്യത്യാസമുണ്ടാവും. ജംബൂദ്വീപത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തും വന്നു കൂടിയെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ആ നിലയ്ക്ക് എല്ലാവരെയും കൂടി ഒരു സൈന്യാധിപന്റെ കീഴിൽ ആക്കുക സാധ്യമല്ല. അപ്പൊ യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? സേനാ പ്രണേതൃൻ, അനവധി നേതാക്കന്മാരുണ്ട് ആ സേനകൾക്ക്. അവരെ എല്ലാവരെയും വലിപ്പച്ചെറുപ്പം അനുസരിച്ച്, യോഗ്യത അനുസരിച്ച് എല്ലാവരെയും അഭിഷേകം ചെയ്തു അത്രേ സേനാപതികളായി. അപ്പോൾ ഒരു സേനാപതിയല്ല, ഇപ്പുറത്ത് സേനാപതി എന്ന് ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. സർവസേനാപതിം ചാത്ര ദൃഷ്ടദ്യുമ്നം ചകാരഃ. സർവസേനാപതിയാക്കിയത്രേ ആരെ? ദൃഷ്ടദ്യുമ്നനെ. എന്താ ഈ ദൃഷ്ടദ്യുമ്നനെ സേനാപതിയാക്കാൻ കാരണം? സർവസേനാപതിയാക്കിയിരിക്കുന്നത്, സാധാരണ സേനാപതിയല്ല. ദൃഷ്ടദ്യുമ്നം ചകാരഃ ദ്രോണാന്തഹേതോരുത്പന്നോ യുദ്ധാദ്ജാതവേദസഃ സർവേഷാമേവ തേഷാം തു സമസ്താനാം മഹാത്മനാം ദ്രോണാന്തഹേതോഃ ഉത്പന്നോ യുദ്ധാദ്ജാതവേദസഃ. ഈ ദൃഷ്ടദ്യുമ്നന്റെ ജനനം തന്നെ ഒരു പ്രത്യേക ജനന. അതിനുവേണ്ടി ഒരു യാഗം, യാഗാഗ്നി ഇതൊക്കെ ഉണ്ടായി. അതിൻ്റെ സമ്മാനത്തോടും പ്രസാദത്തോടും കൂടി ജനിച്ചിട്ടുള്ള ആളാണ്. എന്തിനു വേണ്ടി ജനിച്ചു? ദ്രോണാന്തഹേതോഃ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ?
ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രമായിരിക്കുന്ന കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യണം എന്നുള്ള വിചാരത്തോടുകൂടി പടപൊരുതാൻ വേണ്ടി എൻ്റെ മക്കളും പാണ്ഡവന്മാരും ഒന്നിച്ചുകൂടിയല്ലോ. എന്നിട്ട് അവരെന്താ ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് ഭൂമാനന്ദ സ്വാമി ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു ധരിപ്പിക്കുന്നത്. ഞാൻ അന്നേ പറയുണ്ടായി, എന്ത്, ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നതല്ല. ആ യുദ്ധത്തിന് മുൻപ് നടന്ന ഭഗവത്ഗീത എന്ന് പറയുന്ന സംവാദം, കൃഷ്ണനും അർജുനും കൂടി അവർ തമ്മിൽ നടന്ന സംവാദം, അതും പൊടുന്നനെ വന്നതൊന്നുമല്ല. അതിൻ്റെ പിന്നിൽ അതിമഹത്തായിരിക്കുന്ന സുദീർഘമായ ഒരു ചിന്താഗതിയും അതിൻ്റെ വളർച്ചയും അതിൻ്റെ സമ്പുഷ്ടിയും അതിൻ്റെ സാഫല്യവുമുണ്ട്. എന്ന് തുടങ്ങിയത് ഉപനിഷത് കാലം മുതൽക്ക്, ചരിത്രാതീത കാലം, വേദകാലം മുതൽക്ക് തുടങ്ങിയിട്ടുള്ള ചിന്താഗതിയാണ്. എത്രയോ പേർ ഈ മണ്ഡലത്തെക്കുറിച്ച്, ഈ വിചാരധാരയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അതിൽ അവരവരുടേതായ സംഭാവനകളും സഹയോഗങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ കാലമായി മൂത്ത് പഴുത്ത് ഉണങ്ങി രണ്ടാമത് കുത്തിയിട്ട് മുളച്ച് അങ്ങനെ സ്ഫുടം ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ഇത്രയധികം ജനങ്ങൾ, അതിൽ ധാരാളം സ്വജനങ്ങളുമുണ്ട്. എല്ലാവരും മരിക്കുക എന്ന് പറഞ്ഞാൽ കൊന്നു മരിക്കുകയാണ്, വെറുതെ മരിക്കുകയല്ല. അങ്ങനെയുള്ള ഒരു പട എങ്ങനെയാ മനുഷ്യന് പൊരുതാൻ പറ്റുക? ശത്രുക്കളോട് പൊരുതാം, മിത്രങ്ങളോട് പൊരുതാൻ പറ്റുമോ? ആരാധ്യരായിരിക്കുന്ന ഗുരുജനങ്ങളോടും മുത്തശ്ശനോടും പൊരുതാൻ പറ്റുമോ? വലിയ വിഷമാണല്ലോ. അപ്പം ആ പൊരുതുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ഉപദേശം, ഒരു തത്വമാണ്. ആ തത്വം പെട്ടെന്ന് കൃഷ്ണൻ അങ്ങോട്ട് പുറപ്പെടുവിച്ചു എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. വളരെ കാലമായി സ്ഫുടം ചെയ്ത് വളർത്തി വന്നിട്ടുള്ളതാണ് ആ ചിന്താഗതി. അതാണ് പറഞ്ഞത്, അതൊരു താത്കാലിക സംവാദമല്ല, അത് ശാശ്വതമായിരിക്കുന്ന ഒരു ചിന്താഗതിയാണ്. അതിനെ യുദ്ധഭാഷയിൽ ആവിഷ്കരിച്ച് അർജുനന്റെ ഉദ്ദേശവും ലക്ഷ്യവും നിറവേറത്തക്ക വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി എന്നതാണ് കൃഷ്ണന്റെ സംവാദത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. അതാണ് ഇതിൻ്റെ വിശേഷം. അപ്പോൾ ദ്രോണാന്തഹേതോഹ ഉത്പന്നോ, ദ്രോണന്റെ അന്തം വരുത്താൻ വേണ്ടി ജനിച്ചവനാണ് ആര്? ഈ ദൃഷ്ടദ്യുമ്നൻ. യുദ്ധാജാതവേദസഃ, യാഗാഗ്നിയിൽ നിന്ന്, സർവേഷാം ഏവ തേഷാം തു സമസ്താനാം മഹാത്മനാം സേനാപതിപതിം ചക്രേ ഗുഡാകേശം ധനഞ്ജയം. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സേനാപതിയാക്കി തീർത്തു എന്ന് പറഞ്ഞല്ലോ. ആ സേനാപതിയാക്കി തീർത്തത് കൊണ്ട് കാര്യം അവസാനിച്ചില്ല. അവിടെ ദ്രോണൻ അപ്പുറത്തുണ്ട്, ഭീഷ്മൻ മുത്തശ്ശന, അത് നേരിടാൻ ഒരു വഴി വേറെയാ. ആ വഴി അവിടെ ഇരിക്കട്ടെ. ദ്രോണൻ ഇവർക്ക് രണ്ടുപേർക്കും പഠിപ്പിച്ചു കൊടുത്ത ഗുരുവാ. ആർക്ക് രണ്ടുപേർക്കും? ദുര്യോധനാദികൾക്കും യുധിഷ്ഠിരാദികൾക്കും ഒരുപോലെ അസ്ത്രശസ്ത്ര വിദ്യ പഠിപ്പിച്ചിട്ടുള്ള അതിശ്രേഷ്ഠനായ, വെല്ലാൻ സാധിക്കാത്ത ഒരു ഗുരുവര്യനാണ് ദ്രോണൻ. ആ ദ്രോണനെ നേരിടണം, അദ്ദേഹത്തിനെ വധിക്കാതെ പറ്റില്ല. അപ്പം അദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടി ജന്മമെടുത്ത ഒരു ദൃഷ്ടദ്യുമ്നനാ, അദ്ദേഹത്തിനെയാ കൊണ്ട് സേനാപതിയാക്കി വെച്ചത്. അപ്പം അതിലത്തെ ബുദ്ധിയും കൗശലവും ദീർഘദൃഷ്ടിയും എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. അതിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ദൃഷ്ടദ്യുമ്നനെ സേനാധിപനാക്കി വെച്ചാലും വാസ്തവത്തിൽ ദൃഷ്ടദ്യുമ്നനാണോ സേനാപതി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനെ കവച്ചു വയ്ക്കുന്ന പ്രഭാവമുള്ളവർ പലരുമുണ്ടല്ലോ. അപ്പം അദ്ദേഹത്തിനെ എന്തുകൊണ്ട് സേനാപതിയാക്കി? അതിന് കാരണം പറഞ്ഞു. അതുകൊണ്ട് ആ സേനാപതിത്വം അവിടം കൊണ്ട് ഒതുങ്ങിയില്ല. കാര്യം ഏഴ് അക്ഷൗണിയേ ഉള്ളൂ എങ്കിലും എണ്ണം കൊണ്ട് വളരെ കുറവാണെന്നുണ്ടെങ്കിലും വണ്ണം കൊണ്ട് വളരെ കൂടുതലാണ്. അപ്പം അവിടുത്തെ സേനാധിപന്മാർ അനവധിയാണ്. സർവ്വസേനകൾക്കും പതിയായിട്ട് ദൃഷ്ടദ്യുമ്നനെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് കാര്യം നടക്കണില്ല. അവിടെ ദൃഷ്ടദ്യുമ്നനെ കവച്ചു വയ്ക്കാവുന്നതോ അതിനേക്കാൾ മികച്ച പലരും ഉണ്ട്. അതുകൊണ്ട് യുധിഷ്ഠിരന്റെ നടപടി അവിടം കൊണ്ട് നിന്നില്ല. അവിടെ നടന്ന കാര്യം വിവരിക്കുകയാണല്ലോ. എവിടെയാണ് ഈ വിവരിക്കണത്? ജനമേജയന്റെ സത്രമാണ് ഫസ്റ്റ് ആദ്യമായിട്ടുള്ള രംഗം മഹാഭാരതം പറഞ്ഞു ധരിപ്പിക്കാൻ. പറയുന്നതോ വേദവ്യാസന്റെ തന്നെ ശിഷ്യനായ വൈശമ്പായന്. ആ പറയാണ്, സേനാപതിപതിം ചക്രേ ഗുഡാകേശം ധനഞ്ജയം അർജുനസ്യാപി നേതാച സംയന്താ ചൈവ വാജിനാം സംഘർഷണാനുജ ശ്രീമാൻ മഹാബുദ്ധിർ ജനാർദ്ദനഃ. സേനാപതിപതിം ചക്രേ, നിങ്ങളെല്ലാവരും നല്ലോണം കേൾക്കണം. സേനാപതിപതിം ചക്രേ ഗുണാകേശം ധനഞ്ജയം.
ഇങ്ങനെ ഒരു സ്ഥാനം ഒരു പക്ഷേ മഹാഭാരത യുദ്ധത്തിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് പാണ്ഡവസേനയ്ക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സർവസൈന്യാധിപൻ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെയോ സേനാപതി പതിം ചക്രേ. എത്രയോ സേനാപതികളുണ്ട്, പല പ്രദേശങ്ങളിൽ നിന്നും വന്നവർ, പല ഭാഷക്കാർ, ഇന്ത്യക്ക് പുറത്തു നിന്നുള്ളവര് പലരും ഉണ്ട് അവിടെ. ആ സേനാപതികൾക്കെല്ലാം പതിയായി ഗുണാകേശം ധനഞ്ജയം ചക്രേ. അർജുനനെ സേനാപതിപതിയാക്കി തീർത്തു അത്രേ. അർജുനസ്യാഭിനേതാച സംയന്ത ചൈവവാജിനാം. ആ അർജുനനു കൂടി നേതാവായിട്ടൊരാളവിടെ ഉണ്ടത്രേ. മാത്രമല്ല കയ്യില് കുതിരയുടെ കടിഞ്ഞാണാണ്. അപ്പൊ കുതിരകളെയും നയിക്കുന്നവനാണ് ഒരു കൈ കൊണ്ട്. മറുഭാഗത്ത് ചാട്ടയുണ്ട്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നയിക്കാൻ പോണത് ആരെയാ? അർജുനനെയാ. അർജുനസ്യാഭിനേതാച. ആ അർജുനന് പോലും നേതാവായിരിക്കുന്ന ഒരാളുണ്ട് അവിടെ, കുതിരകളെയും നയിക്കുന്ന ആള്. സംഘർഷണാനുജ, ബലരാമന്റെ അനുജൻ. ശ്രീമാൻ മഹാബുദ്ധിർജനാർദ്ദന. അദ്ദേഹം പടപൊരുതില്ല, യുദ്ധം ചെയ്യില്ല, ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും മഹാബുദ്ധിർജനാർദ്ദന. ആ ജനാർദ്ദനുണ്ടല്ലോ കൃഷ്ണൻ, ആ കൃഷ്ണ പരമാത്മാവിൻ്റെ ബുദ്ധി സാമാന്യ ബുദ്ധിയൊന്നുമല്ല, മഹത്തായിരിക്കുന്ന ബുദ്ധിയാ. ആ ബുദ്ധിയുടെ പേരിൽ അദ്ദേഹമാണ് പാണ്ഡവന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം മുഴുവനും നയിക്കാൻ പോകുന്നത്. അറിയുന്നതും അറിയാൻ പറ്റാത്തതും അറിയാതെ പോയതുമായ കാര്യങ്ങളെ മുൻകൂട്ടിയും സമയോചിതമായി മനസ്സിലാക്കി അതീവ മനസ്സാന്നിധ്യത്തോടുകൂടി അതാത് കാലങ്ങളിൽ എന്തെല്ലാം നടപടികൾ എടുക്കണമോ, ഏതെല്ലാം പ്രതിസന്ധികൾ പരിഹരിക്കാനായി അത് മുൻകൂട്ടി വേണ്ടത് മുൻകൂട്ടി, പിന്നിൽ വേണ്ടത് പിന്നിൽ, ഇടയിൽ വേണ്ടത് ഇടയിൽ, എവിടെയൊക്കെ വേണമെങ്കിൽ നുഴഞ്ഞ് കയറി എന്തും ചെയ്യാനുള്ള ബുദ്ധിയും കൗശലവും പാഠവും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ എല്ലാം ഉള്ള ജനാർദ്ദനെ എന്താക്കി തീർത്തു? സംയന്താ ചൈവവാജിനാം. അർജുനന്റെ പോലും അപ്പുറത്തുള്ള ഒരു നേതാവാക്കി അഭിഷേകം ചെയ്തു എന്നാ പറയുന്നത്. അവിടെ ഭീഷ്മൻ ഒരാളാ. അഭിഷേകം കഴിയുമ്പോഴേക്ക് ഓട്ടായി ചാട്ടായി പോക്കായി കുരുക്ഷേത്രത്തിലേക്ക്. ഇവിടെ നടന്നതോ ഇത്രയൊക്കെ കാര്യങ്ങളാ. നിങ്ങൾ വളരെ ചിന്തിക്കണം. ഇത് ഒരു ധർമ്മക്ഷേത്രത്തിൽ എന്താണ് നടക്കുക? ധർമ്മവാദികൾക്ക് അനുകൂലമായി അവരുടെ ധർമ്മബുദ്ധിയെ പോഷിപ്പിക്കുന്നതും ധർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതുമായ എല്ലാ പ്രേരണകളും ആവേശങ്ങളും ആ ക്ഷേത്രം ജനിപ്പിക്കും. അതേസമയത്ത് അധർമ്മികളുടെ അധർമ്മം മുഴുപ്പിച്ച് പെരുക്കി വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് എല്ലാം കൂടി തട്ടി അങ്ങോട്ട് താഴത്തിടും. ഇതാണ് ഇരട്ട സ്വാധീനം ധർമ്മക്ഷേത്രത്തിൻ്റെ. ഓരോരുത്തരും പെരുമാറുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഗീതയിലേക്ക് കിടക്കുമ്പോഴും സഞ്ജയൻ പറയുന്ന സമയത്തും നിങ്ങൾക്ക് കാണാം, ഇരുപക്ഷത്തിലും നടന്ന പ്രവൃത്തികൾ ഘടകവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളാണ് അവിടെ നടന്നത്. സേനാപതിപതിം ചക്രേ ഗുണാകേശം ധനഞ്ജയം അർജുനസ്യാപി നേതാച സംയന്താ ചൈവവാജിനാം സംഘർഷണാനുജ ശ്രീമാൻ മഹാബുദ്ധിർജനാർദ്ദന. അപ്പൊ അവരുടെ ഭാഗത്തിലുള്ള തയ്യാറായി. സൈന്യത്തിന് എല്ലാവർക്കും അറിയാം ആരുടെ കീഴിൽ ഞങ്ങൾ നടക്കണം. നേതാക്കന്മാർക്കും അറിയാം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു നേതാവ് ആരാ. ഇനി അതും വിട്ട് ചിലരവിടെ ഉണ്ട്. അവസാനം കൃഷ്ണനെയാണ് അവരെല്ലാവരും ഉറ്റുനോക്കേണ്ടത് എന്നുള്ളതും അവർക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃഷ്ണന്റെ ജ്യേഷ്ഠൻ ബലരാമൻ ആ സ്ഥലത്തെത്തുന്നത്. കൃഷ്ണന്റെ കൂടെ കൃഷ്ണന്റെ ജന്മോദ്ദേശം മുഴുവനും നിറവേറ്റാൻ വേണ്ടി കൂടെ ജനിച്ചതാണല്ലോ ബലരാമൻ. ബലരാമൻ അഗ്രജനാണ്, ജ്യേഷ്ഠനാണ്, കൃഷ്ണൻ അനിയന. ഇവർ രണ്ടാളും ജ്യേഷ്ഠാനുജന്മാരാണ്, സഹവർത്തികളാണ് എന്നുണ്ടെങ്കിലും രണ്ടു പേരുടെ മനസ്സിൻ്റെ ചിന്ത, ആദർശം, മൂല്യം, ഉദ്ദേശം, ലക്ഷ്യം അതിൽ അല്പസ്വല്പമല്ല, ചില സമയത്ത് നിർണായകമായിട്ടുള്ള മാറ്റമുണ്ട്. തൻ്റെ കൂടെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മുഴുവൻ ശരിയാവുന്നില്ല. എന്തുകൊണ്ട്? ആർക്ക് വേണ്ടി ചെയ്യണോ അവർക്ക് മാത്രമല്ല, സമാജത്തെ മുഴുവൻ കണക്കിലെടുക്കുമ്പോഴും അത് ശരിയല്ല എന്ന് തോന്നുന്നു അനുജൻ്റെ മനസ്സിൽ നിന്നുണ്ടെങ്കിൽ അവിടെ മൂപ്പിളമ നോക്കി അനുജന് മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. കാര്യം നമ്മുടെ അമ്മ പെറ്റപ്പോൾ ജ്യേഷ്ഠനെ മുമ്പ് പറ്റൂ, അനുജനെ പിന്നു പറ്റൂ. ആ അനുജൻ്റെ മനസ്സിലും ബുദ്ധിയിലുമാണ് കൂടുതൽ ചിന്താഗതി ഉള്ളത് എന്ന് വെച്ചാൽ അനുജൻ എന്നുള്ള പേരിൽ അത് മുഴുവൻ ഒതുക്കി മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം നമുക്ക് സഹോദര ബന്ധമുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധമുണ്ട്, അച്ഛൻ അമ്മ മക്കള് ഈ ബന്ധമുണ്ട്. മൂപ്പിളമ നോക്കണം, പക്ഷേ എല്ലാ സ്ഥലത്തും നോക്കാൻ പറ്റിയെന്ന് വരില്ല.
പ്രത്യേകിച്ചും ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ജ്യേഷ്ഠന് അനുജനെപ്പോലെ ചിന്തിക്കാൻ സാധിച്ചോളണം എന്നില്ല. അങ്ങനെ സാധിക്കാത്ത സമയത്ത് അനുജന് എൻ്റെ ജ്യേഷ്ഠനാണല്ലോ പറയണത്, അതുകൊണ്ടത് വകവെച്ചു കൊടുക്കണം എന്ന് പറയാൻ സാധിക്കില്ല. ഇതൊക്കെ മനുഷ്യ ബന്ധം, നമ്മുടെ സമ്പർക്കങ്ങളുണ്ടല്ലോ, അതിൽ പ്രധാനമായി ഗണിക്കേണ്ട ചില മൂല്യങ്ങളാണ്. എല്ലാവരും അതിന് തയ്യാറാവില്ല. ഗാന്ധാരി മകനെ വിളിച്ച് പറഞ്ഞ വർത്തമാനം ഞാൻ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയണ്ടായി. ആശ്രമത്തിൽ ചിലർ വന്നു, സ്വാമിജി ഗാന്ധാരി പറയുന്നത് സ്വാമിജി അവതരിപ്പിച്ചുവല്ലോ, ഞങ്ങൾക്കിതൊക്കെ കേട്ടിട്ട് പുതിയ ഒരു ഉണർവും ഒരു വീക്ഷണവുമാണ് ഉണ്ടാവുന്നത്. കാര്യം നമ്മൾ പെറ്റു, ശരിയാണ്. ആ പെറ്റ വാത്സല്യം മനസ്സിലുണ്ട്, രക്തബന്ധമുണ്ട്, അത് വിട്ടുകളയാൻ പറ്റില്ല. പക്ഷേ മകൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും തെറ്റായി പോയി എന്നുണ്ടെങ്കിൽ അമ്മ അത് കണ്ടിട്ട് എൻ്റെ മോനല്ലേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുക വേണ്ടത്. അമ്മ തുറന്നു പറയേണ്ടി വരും, നീ ചെയ്യണത് തെറ്റ്, സ്വപ്നത്തിൽ പോലും ഞാൻ അതോടുകൂടി ചേരുന്നില്ല എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയണം. അത് പറയാൻ സാധിക്കാത്ത അമ്മ ഭാരത സന്താനമല്ല, ഭാരതത്തിലെ കുട്ടിയല്ല. എന്ത് സ്ഥാനോ എന്ത് മാനോ നമുക്കുണ്ടെങ്കിലും എന്ത് ബന്ധമുണ്ടെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ മുൻപിലോ മനസ്സിൻ്റെ മുൻപിലോ കാണുന്ന കാര്യങ്ങൾ ശരിക്കും ഗ്രഹിച്ച അതേമാതിരി അതിനുവേണ്ടി നിലനിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തേജസ്സും ഓജസ്സും വ്യക്തിപ്രഭാവവുമാണ് ഉള്ളത്? എങ്ങനത്തെ കുട്ടികളാണ് നമുക്ക് വേണ്ടത്? അച്ഛനമ്മമാർ വിചാരിക്കണം, ഞങ്ങളുടെ കാഴ്ചപ്പാട് തെറ്റാണെങ്കിൽ ആ തെറ്റ് കണ്ടു മനസ്സിലാക്കി മയമായ സ്വരത്തിൽ ഞങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതായ മക്കളാണ് നമുക്ക് വേണ്ടേ എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. വാജശ്രവസ് യാഗം ചെയ്തു. ആ യാഗം വളരെ പവിത്രമായിട്ടുള്ളതാണ്. അതിലേറ്റവും പ്രധാനമാണ് ദാനം. ആ ദാനത്തിന് ഉത്തമോത്തമമായ വസ്തുക്കളെയാണ് തെരഞ്ഞെടുത്ത് കൊണ്ടുവരേണ്ടത്. അച്ഛൻ ചെയ്തതോ ഒന്നിനും കൊള്ളാത്ത പശുക്കളെ വേദമന്ത്രങ്ങൾ ചൊല്ലി ദാനം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ മകൻ നചികേതസ്സിന് തീരെ പിടിച്ചില്ല. ഞാനിതിനു മുമ്പും നിങ്ങളോട് പറഞ്ഞത്. അപ്പം നചികേതസ് അവിടെ ചെന്ന അച്ഛൻ ചെയ്തത് ശരിയായില്ലല്ലോ എന്ന് തോന്നി. അങ്ങനെ ധിക്കാരമായിട്ട് പറയാതെ അച്ഛൻ എന്നെ ആർക്കാ കൊടുക്കാൻ പോണേ എന്ന് ചോദിച്ചപ്പോൾ പിടിച്ചില്ല. അച്ഛന് ദേഷ്യം വന്നു. യമനാ കൊടുക്കാൻ പോണേന്നാ പറഞ്ഞ. ആ കുട്ടി യമൻ്റെ അടുക്കലേക്ക് ചെന്നു എന്നാ പറയണേ ശാസ്ത്രം.